ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം കൂടിയാണ്. SDP ദേശീയ പ്രസിഡന്റാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഒരു നിലപാടെന്താണ്? കേരളത്തിൽ പ്രത്യേകിച്ച് 2 മുന്നണികളാണ്. ആ മുന്നണികൾക്ക് ഏതെങ്കിലും ഒരു പിന്തുണയുണ്ടാകുമോ, അതോ നിങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുമോ? പ്രധാനമായും പാർട്ടി സജീവമായിട്ടുള്ള 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ബംഗാൾ, തമിഴ്നാട്, കേരളം. ഈ 3 സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. BJP ഇതര ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നതാണ് ഒന്നാമത്തെ ഒരു തീരുമാനം. അല്ലാത്ത പക്ഷം പാർട്ടി അതിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പറ്റാവുന്ന സ്ഥലങ്ങളിൽ മുഴുവനും സ്ഥാനാർത്ഥികളെ നിർത്തും, മത്സരിക്കും. ഇതാണ് നമ്മുടെ ഒരു നിലപാട്. കേരളത്തിലും ഇപ്പോൾ ഇവിടെ പ്രധാനമായി 2 മുന്നണികളാണ് ഉള്ളത്. നേരത്തെ സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കിയതാണ് 2 മുന്നണികളുമായിട്ടുള്ള നമ്മളുടെ ഒരു സമീപനം വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യും. അതൊരു രഹസ്യ പരിപാടിയായിട്ട് ഒന്നും ഉണ്ടാവില്ല. വളരെ പരസ്യമായിട്ടത് എല്ലാവരെയും അറിയിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുക. അല്ലാത്ത പക്ഷം ഞങ്ങൾ പറ്റാവുന്നത്ര സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമാക്കും. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ SDP വോട്ട് വേണ്ട എന്ന് ഈ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ LDFും UDF ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങനെ ഒരു മുന്നണിക്ക് മുഴുവനായി പിന്തുണ കൊടുക്കുന്നതാണ് ആലോചിക്കുന്നത്? എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ഒന്ന് SDPIക്ക് വോട്ട് വേണ്ട എന്ന് അവർ പറഞ്ഞത് SDPI വോട്ട് തരില്ല എന്ന് അവരോട് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. അതിന് മുമ്പല്ല പറയുന്നത്. ഇപ്പോഴും SDPI പിന്തുണ തരാമെന്ന് ഒരു പാർട്ടിയോടും പറയുന്നില്ല. പിന്തുണയല്ല SDPI ഉദ്ദേശിക്കുന്നത്, ഒരുമിച്ചുള്ള പ്രവർത്തനം. ഞങ്ങളൊരു വോട്ട് ബാങ്ക് മാത്രമായി കാണുന്ന രീതിയല്ല, പിന്തുണ. അതിന് ആരുമായിട്ടാണോ സാധിക്കുക അവരുമായിട്ട് നിൽക്കും. അങ്ങനെ ഇപ്പോൾ LDF UDF നേതാക്കളുമായിട്ട് ചർച്ചയ്ക്കൊക്കെ ഇനിയും അവസരങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അങ്ങനെ ചർച്ചയ്ക്കൊക്കെ പോകുന്നുണ്ടോ? അങ്ങനെയാ? അല്ല, അത് വരട്ടെ. അത് പോകുമെന്ന് ചോദിച്ചാൽ പോവൂല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സ്റ്റേറ്റ് ഭാരവാഹികൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷേ വരണമല്ലോ, അപ്പോഴാണ് പോവുക, അപ്പോഴാണ് നമ്മൾ നിലപാട് പറയുക. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണം. അതായത് അവരിങ്ങോട്ട് സമീപിക്കട്ടെ എന്നാണ്? സ്വാഭാവികമായിട്ടും. അല്ല, നമ്മളെ അടുത്ത് കുറേ വോട്ടുണ്ട്, അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതിയില്ല. അത് അവർ ഇങ്ങോട്ട്, നാളെ ഇതുവരെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണ് വരിക. അപ്പോൾ സംസാരിക്കാം എന്നുള്ളതാണ്. അത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ SDP എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുമ്പോൾ ഓരോ പാർട്ടിയുടെയും തീരുമാനം വളരെ നിർണായകമാകുമെന്നതിൽ സംശയമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.